ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണമെന്ന് നിയമമുണ്ടോ എന്നാണ് കാന്തപുരം AP വിഭാഗത്തിന്റെ നേതാവും SYS കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സ്വാലിഹ് തുറാബ് തങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഭാര്യ വീട്ടിലായിരിക്കുമോ പ്രസവിച്ചിരിക്കുക? ഇനി അതിലെന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിച്ചാൽ, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരൊക്കെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? ഒന്നതാണ്. ഇവരുടെ വാക്ക് കേട്ടിട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാതെ ഒരു ഗർഭിണിക്കോ ഒരു കുട്ടിക്കോ എന്തെങ്കിലും രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇവര് സമാധാനം പറയുമോ? ഇവരെ അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, മടവൂർ കാഫില എന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമ സിറാജുദ്ദീൻ ഉസ്താദ്, അയാളാണല്ലോ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പൊ അയാളെ ഇതിന് പ്രേരിപ്പിച്ച ആളുകൾ, ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ? വേരിൽ ചികിത്സ തുടങ്ങിയാലല്ലേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കൂ? ഇപ്പോഴും വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കണം, സ്ത്രീകളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് മുസ്ലിം സമുദായത്തെ ഫ്ലൈറ്റ് പിടിച്ച് കൊണ്ടുപോകുന്ന ഇവരെ ഒന്നും നിയമം കാണുന്നില്ലേ? ഇവർക്കൊന്നും എതിരെ യാതൊരു നിയമ നടപടികളും എടുക്കില്ലേ? കോഴിക്കോട് പെരുമണ്ണ തയ്യൽ താഴത്ത് നടന്ന ഒരു മതപരിപാടിക്കിടയിലായിരുന്നു സ്വാലിഹ് തുറാബ് തങ്ങളുടെ അപ്രഭാഷണം. എന്തെങ്കിലും പറയുമ്പോഴേക്ക് സമൂഹത്തിനെ പേടിക്കുകയാണ്. ഒരു പ്രസവം നടന്നു, ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഗുലുമാലുകളാണ് നടക്കുന്നത്, എന്തൊക്കെ അക്രമങ്ങൾ നടക്കുന്നു, കൊല്ലാൻ ലൈസൻസ് ഉള്ള ആളുകൾ എന്നാണ് ചില ആളുകൾ പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആശുപത്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ ഒരു തെറ്റ് ചെയ്താൽ ചോദ്യവും പറച്ചിലുമില്ല, എന്തും ആകാം എന്നാണ്. എന്താണ് ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണമെന്ന് നിയമമുണ്ടോ? ഇവിടുത്തെ സർക്കാർ നിയമമാണോ അത്? അവരവരുടെ സൗകര്യമാണ്. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും വീട്ടിൽ പ്രസവിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയാണ്, വീട്ടിൽ പ്രസവമെടുക്കുന്ന ഉമ്മയെ കുറ്റപ്പെടുത്തുകയാണ്, വീട്ടിൽ പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയാണ്. വല്ലാത്തൊരു ലോകം. ഏതെങ്കിലും പള്ളിയിൽ കയറി വാർപ്പെങ്ങാനും ഇടിഞ്ഞു വീണാൽ ഇനി ഒറ്റക്കുട്ടി പോലും പള്ളിയിൽ പോകണ്ട എന്ന് പറയാനും ഈ കൂട്ടർ മടിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എല്ലാവരും പോലീസും കേസും പേടിച്ചു മാറി നിൽക്കുകയാണ്. ഈ രൂപത്തിൽ ലോകം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനവന്റെ വിശ്വാസം ശക്തമായി കാത്തു സൂക്ഷിച്ചാൽ അവനവന് രക്ഷപ്പെടാം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സാരാംശം. ഇവരൊക്കെ ഏത് കാലത്ത് ജീവിക്കുന്നവരാണ് എന്ന് ചോദിച്ചു പോകുവാണ്. പ്രവാചകൻ ജീവിച്ച ആ കാലഘട്ടത്തിൽ അനുസൃതമായി പ്രവാചകൻ ഒരിക്കലും ചികിത്സിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. വൈദ്യസഹായത്തെയോ അതല്ലെങ്കിൽ വൈദ്യത്തെയോ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു മതമായി ഇസ്ലാമിനെ ഇവർ പരിചയപ്പെടുത്തുകയാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംസ്കാരം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ ഇത് സഹായകമാകും എന്നത് നേരെ. പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഇന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ, പ്രവാചകൻ ഹജ്ജിന് ഫ്ലൈറ്റിലാണോ പോയിരുന്നത്? ആണോ? പ്രവാചകൻ മന്തി ബിരിയാണിയാണോ കഴിച്ചിരുന്നത്? പ്രവാചകൻ ഇങ്ങനെ സമൂഹമായിട്ടുള്ള നോമ്പുതുറകളിൽ സംഗമിച്ചിട്ടുണ്ടോ? ക്ഷേത്രമുറ്റത്ത് ഹിന്ദുക്കൾ ഒരുക്കുന്ന നോമ്പുതുറകളിൽ എത്ര എണ്ണത്തിന് പ്രവാചകൻ പങ്കെടുത്തിട്ടുണ്ട്? എത്ര നബിദിനങ്ങളുടെ ഘോഷയാത്രയിൽ പ്രവാചകൻ മതേതരത്വം വിളമ്പിയിട്ടുണ്ട്? അപ്പൊ പ്രവാചകൻ കാണിച്ചു തന്ന അതേ മാർഗത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, പോകുന്നതെങ്കിൽ, പഠിപ്പിക്കുന്നതെങ്കിൽ, പിൻപറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റില്ല ഉസ്താദ് സുഹൃത്തെ. കാരണം ഇന്റർനെറ്റ് ജൂതന്റേതാ. നമ്മൾ ഓരോരുത്തരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് വഴി അതിന്റെ ലാഭം കിട്ടുന്നത് ജൂതനാണ്. അത് വെച്ചിട്ട് ജൂതൻ വളരുകയാണ്. അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, യുദ്ധത്തിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ നിന്ന് മറ്റുള്ളവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അതുവഴി മുസ്ലിങ്ങൾക്ക് തന്നെ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജൂതന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഇന്റർനെറ്റ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും? ആദ്യം നിങ്ങൾ മതം എന്താണ് എന്നൊന്ന് പഠിക്കുക. എന്നിട്ട് ആ മതത്തെ നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും എന്നൊന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ സഹജീവികൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത നിങ്ങൾക്കുള്ളൂ.
അതുപോലെ ഇന്റർനെറ്റിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മോന്തായം കാണിക്കാൻ ഏത് പ്രവാചകൻ, ഏത് ഇസ്ലാം, ഏതു മതമാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഇതൊക്കെ അനുവദനീയമാണോ? ജൂതന്മാര് പിൻപറ്റുന്ന, കാഫിറുകൾ പിൻപറ്റുന്ന ഒരു രൂപവും നമുക്ക് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, മതത്തെ സംബന്ധിച്ചിടത്തോളം, ആ മതം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പിൻപറ്റാൻ പറ്റും? നിങ്ങളുടെ കുട്ടി വീണ് തല പൊട്ടിയാൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകുമോ? പ്രവാചകൻ ഏത് ആശുപത്രിയിലാണ് പോയിരുന്നത്? പ്രവാചകൻ എവിടെയാണ് എക്സ്റേ ചെയ്തിരുന്നത്, സ്കാൻ ചെയ്തിരുന്നത്, ECG ചെയ്തിരുന്നത്? അപ്പോൾ മതം പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളത് പിൻപറ്റണം. ഹജ്ജിന് കാൽനടയായിട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഫ്ലൈറ്റിൽ പോകുന്ന കാലഘട്ടമുണ്ട്. ഒരുത്തൻ കാൽനടയായിട്ട് പോയൊരു യൂട്യൂബ് ഹാജി ഇപ്പോഴെവിടെ? ആത്മീയത, മതം വിറ്റ് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേര് അതിനെയൊക്കെ എതിർക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരും? അപ്പൊ വീട്ടിൽ സ്ത്രീകളെ എങ്ങനെ കൊല്ലാം എന്ന് പഠിപ്പിക്കുന്ന ഇതുപോലെയുള്ള ഉസ്താദുമാർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അകത്താക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ശക്തമായ ഒരു നിയമമുള്ളപ്പോൾ, ഒരു ഭരണ സംവിധാനമുള്ളപ്പോൾ, ജുഡീഷ്യറിയും പാർലമെന്റും നിയമം ഉണ്ടാക്കാനായിരുന്നാലും വിശദീകരിക്കാനായിരുന്നാലും എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ ഇവർ 6-ാം നൂറ്റാണ്ടിന്റെ കെടുതിയിലേക്ക് ഇപ്പോഴും ഒരു മുസ്ലിം സമുദായത്തെ കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല. ബോധവൽക്കരണം ശക്തമായ രൂപത്തിൽ നടക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആന എത്ര പ്രസവിക്കുന്നു? ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രസവിച്ചാൽ ഉടനെ ആന എഴുന്നേറ്റ് നടക്കും? മനുഷ്യക്കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുമോ? മറ്റെല്ലാ ജീവജാലങ്ങളുടെയും കുട്ടികൾ സ്വയം ആർജിച്ചു തുടങ്ങും അവരുടെ കഴിവുകൾ. മനുഷ്യക്കുഞ്ഞിനത് സാധിക്കുമോ? എത്ര വർഷം കഴിയണം മനുഷ്യക്കുഞ്ഞ് സ്വന്തമായി ചോറ് വാരി തിന്നുന്ന ഒരു രീതിയിലേക്ക് എത്താൻ? അവന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എത്ര വർഷം കഴിയും? ഇവരിപ്പോഴും 6-ാം നൂറ്റാണ്ടിന്റെ തലച്ചോറുമായിട്ടാണ് ജീവിക്കുന്നത്. പ്രവാചകൻ ജനിക്കുകയും മരിക്കുകയും ചെയ്ത മണ്ണുകളിൽ ഹോസ്പിറ്റലുകളില്ലേ? ഏതെങ്കിലും ഒരു അറേബ്യൻ രാജ്യത്ത്, GCC കൺട്രീസ് എത്രയുണ്ടെന്ന് നമുക്കറിയാം, അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞാൽ അടുത്ത ദിവസം അവൻ അകത്താ. അടുത്ത വെള്ളിയാഴ്ച അവന്റെ തലയുണ്ടാകില്ല. അവരൊക്കെ എത്രയോ പുരോഗതിയിലേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് വേണ്ടത് മാറ്റമാണ് എന്ന് ചിന്തിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ അപ്പിക്കുപ്പായം പോലും വലിച്ചെറിഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടുന്ന പരിരക്ഷ അവർ ഉറപ്പാക്കി കഴിഞ്ഞു. സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെയുള്ള സ്വാതന്ത്ര്യം വേണം എന്ന രൂപത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അവർക്ക് വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം, സ്വസ്ഥമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഫാഷൻ ഷോ അവർക്ക് വേണമെങ്കിൽ ആയിക്കോട്ടെ, സിനിമാ തിയേറ്റർ ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ലൈസൻസുകൾ ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം എന്ന് തുടങ്ങി സ്ത്രീകളെ മനുഷ്യനായി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന അറേബ്യൻ രാജ്യത്തിന് പോലും ഉച്ചത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ മലയാളികളാകുന്ന ഇത്തരം മുസ്ലിം ഉസ്താദുമാർ. അവരെ തന്നെ പറയുന്നത് പണ്ഡിതന്മാർ, പുരോഹിതന്മാരെന്നാണ്. എത്ര മുസ്ലിങ്ങൾ ഇവരുടെ ഈ അബദ്ധങ്ങളെ അംഗീകരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. നന്ദി.